ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള കോഫി മഗ്സും ഡിന്നർ സെറ്റുകളും ഗ്ലാസ് വെയർസും പിന്നെ നല്ല ഭംഗിയുള്ള കാസറോളുകളും ഒക്കെ കാണിച്ചു തരട്ടെ. അപ്പൊ എങ്ങനെ വീഡിയോ ലാസ്റ്റ് വരെ ഒന്ന് കാണല്ലേ. ഹായ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പാർട്ട് 2 കൂടി ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ഷോപ്പ് പരിചയപ്പെട്ടതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ കമൻറ്റ് വന്നതിൽ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാക്കി പ്രൊഡക്ട്സും കൂടി കാണിക്കുമോ എന്നുള്ള റിക്വസ്റ്റ് വന്നപ്പോൾ എന്നാൽ പിന്നെ അതിൻ്റെ വീഡിയോ കൂടി ചെയ്യാമെന്ന്. നമ്മൾ ഓൺലൈനിൽ മാത്രം കണ്ട് പരിചയമായിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഇല്ലേ, അതൊക്കെ ഒന്ന് നേരിട്ട് വന്ന് കാണാനും തൊടാനും അത് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ ഒന്ന് തുറന്ന് നോക്കാനും തൊട്ട് നോക്കാനും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാനും ഒക്കെ പറ്റിയൊരു ഷോപ്പ്, അതും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് നോക്കണ്ടേ. നമ്മുടെ മലപ്പുറത്ത് മുണ്ടുപറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കയ്യിൽ ക്രോക്കറി എന്ന് പേരുള്ള ഈ ഒരു ഷോപ്പ് ഉള്ളത്. കറക്റ്റ് ലൊക്കേഷൻ അറിയണം എന്നുള്ളവർക്ക് ഈ ഒരു ഷോപ്പിന്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ഈസി ആയിട്ട് കിട്ടും. ഇനി അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ തന്നെ ലിങ്ക് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാം കേട്ടോ. ആക്ച്വലി ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങോട്ട് വീഡിയോ എടുക്കണം എന്നുള്ളൊരു പർപ്പസിൽ വന്നതല്ല, ഞാനൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇവിടെ വന്ന് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, ഇതൊന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി, നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ മെമ്മറി ഓൾറെഡി ഫുള്ളായിരുന്നു, എന്നെ കൂടി കഴിയുന്ന മാക്സിമം ക്ലിപ്സൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എന്താ പറയുക പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരുപാട് പേർക്ക് കാണാൻ ഇഷ്ടമുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഇനി താല്പര്യം ഉണ്ട് ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി ഭാഗങ്ങളും കൂടെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, എന്താ പറയുക, എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. എന്നെ പോലെ തന്നെ കുറേ ആളുകൾ ഉണ്ട് എന്ന് കണ്ടപ്പം എന്താ പറയുക, നമുക്ക് ഒരു വീടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വീടാക്കണം എന്നുള്ള അതിൻ്റെ പണിയോ പ്ലാനോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഷോപ്പുകളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുക കേട്ടോ. കാരണം ഇതിൻ്റെ മുന്നേ ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വീട് വെച്ച് താമസിച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താ പറയുക, ഞാൻ ഏത് ഷോപ്പിൽ ചെന്നാലും ഇപ്പോൾ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ക്ലീനിങ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഏരിയക്ക് പോവേ ഇല്ല. ഞാൻ കൂടുതലും ഫുഡ് ഐറ്റംസ്, സ്നാക്സ് അങ്ങനത്തെ സ്ഥലത്തും പിന്നെ അങ്ങനെ എന്താ പറയുക നമുക്ക് തിന്നാനൊക്കെ പറ്റിയ സാധനങ്ങളും അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടാൽ അവിടെ അങ്ങനത്തെ ഷോപ്പുകളോടൊരു പ്രത്യേക അട്രാക്ഷൻ അങ്ങനെയൊക്കെ എനിക്ക് ഉള്ളായിരുന്നു കേട്ടോ. ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊന്നും ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുകയില്ല. ഞാൻ വിചാരിക്കും ചില ഇപ്പം നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ, ഈ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ക്രേസ് ആണല്ലോ, ആ ഒരു ഏരിയയിലേക്ക് ആയിരിക്കും എപ്പോഴും അവർക്കൊരു സൈഡ് വലിവ് ഉണ്ടാവുക. അപ്പം എന്താ പറയുക, ഞാൻ വിചാരിക്കും ഇതിലൊക്കെ ഇപ്പം എന്താ ഇത്ര ഭയങ്കര രസം എന്ന്. പക്ഷേ ഉണ്ടല്ലോ, നമുക്കൊരു വീടാവണം അല്ലെങ്കിൽ നമുക്കൊരു വീടായി കഴിയുമ്പോഴൊക്കെയാണ് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങന്നെ വേണ്ട, ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. അതിൻ്റെ നടുക്കൂടെ കൂടെ ഇങ്ങനെ ചെടികളെ മാതിരിയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണലുണ്ടെങ്കിൽ നമ്മളെ ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ചെടികളൊക്കെ കാണുമ്പോൾ, അങ്ങനത്തെ ഒരു നഴ്സറിയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെറുതെ വാങ്ങിയിട്ടില്ലെങ്കിലും നടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ പാത്രങ്ങളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വാങ്ങിച്ചിട്ടില്ലെങ്കിലും അതിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ തന്നെ ഭയങ്കര രസമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് കണ്ടോട്ടെ, എന്നെ പോലത്തെ അങ്ങനത്തെ കുറച്ച് ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ അവർ കണ്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് തന്നെ. പക്ഷേ ഉണ്ടല്ലോ, എത്ര പേരാണെന്നറിയോ നമ്മളെ വീഡിയോ കണ്ടത്. എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. എന്നിട്ട് കുറേ കമൻസും തന്നു. ചിലരിങ്ങനെ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടിട്ട് അങ്ങനെ പോവും, അങ്ങനെയല്ല, കാണുന്നവർ കമൻസും തരുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു, ഇതിൻ്റെ അടുത്ത ഭാഗം പോസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറേ പേര് വന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത്. എന്താ പറയുക, അവർക്ക് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക, ഞങ്ങളെ വീട് പണിൻ്റെ സമയത്തുണ്ടല്ലോ, ഞങ്ങൾ ഇങ്ങനത്തെ കുറേ ഷോപ്പുകൾ നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു സർക്കിളിലൊക്കെ ഉള്ള ഷോപ്പുകൾ തന്നെയാണ് ഞങ്ങൾ പിക്ക് ചെയ്തത് കേട്ടോ, ഓരോ സാധനങ്ങളും. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ പലരും ചോദിക്കും നിങ്ങൾ ഇവിടെ നിന്ന് ഇത് വാങ്ങിച്ചത്, ഇത് ഓൺലൈൻ വാങ്ങിച്ചാണോ അത് ഓൺലൈൻ വാങ്ങിച്ചാണോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ കുറേ പ്രൊഡക്ട്സ് ഒന്നും ഓൺലൈൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കുറേ പ്രൊഡക്ട്സ് എന്നല്ല, ഞങ്ങളങ്ങനെ ഓൺലൈനിൽ കുറേ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളിങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങി നടക്കും. എന്നിട്ട് ഞങ്ങൾ എന്താ പറയുക വീട്ടിലേക്ക് ആവശ്യമുള്ള ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമല്ലോ റോഡ് സൈഡിൽ നിന്ന്. അങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഷോപ്പ് കാണുമ്പോൾ അവിടെ കയറി നോക്കും, അതിൻ്റെ റേറ്റ് നോക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സാധനങ്ങൾ
പിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ എന്താ പറയുക കുറഞ്ഞ റേറ്റിനൊക്കെ ഹോം ഡെക്കോർ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അവരെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആ ഷോപ്പുകളിലൊക്കെ ഒന്ന് പോയിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുതെ പോകും അവിടെയൊക്കെ. അപ്പോൾ ഇനി അവിടെയൊക്കെ പോകുമ്പോൾ ആ വീഡിയോസൊക്കെ അവിടത്തേക്ക് വീഡിയോസ് എടുത്തിട്ട് ആ ഷോപ്പൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പ് എവിടെയാണ്, അത് റേറ്റ് കുറച്ച് കിട്ടുന്ന ഷോപ്പ് എവിടെയാണ്, കളക്ഷൻസ് കൂടുതലുള്ള ഷോപ്പ് എവിടെയാണ്, ഇപ്പോൾ ഈ വോൾ ഡെക്കോർസ് ഒക്കെ ഉണ്ടല്ലോ, പെയിൻറ്റിങ്സ് ഒക്കെ, അങ്ങനത്തെ ഷോപ്പുകളൊക്കെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇഷ്ടമുള്ളവർക്ക് പോയിട്ട് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ പാത്രങ്ങൾ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഇലക്ട്രോണിക് ഐറ്റംസ്, അതായത് എന്താ പറയുക കെറ്റില്, അതുപോലെ അയൺ ബോക്സ്, പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള സ്റ്റൗവ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കണ്ടോ ഈ ഒരു കാസറോളുകളൊക്കെ നല്ല ഭംഗിയുള്ള കാസറോളുകളല്ലേ. ഈ ഒരു കാസറോളിൻ്റെ പിടിയിലൊക്കെ വരുന്ന ആ ഒരു ഗോൾഡൻ ടച്ച് അല്ലെങ്കിൽ ആ ഒരു സിൽവർ ടച്ച്, കോപ്പർ ടച്ച് ഒക്കെ ഉണ്ടല്ലോ, അത് വരുമ്പോൾ തന്നെ ഇതിനൊക്കെ ഒരു റിച്ച് ലുക്ക്, ഒരു എലഗൻ ലുക്കൊക്കെ വരും. അപ്പം അങ്ങനത്തെ പ്രോഡക്ട്സ് നമുക്ക് എന്താ പറയുക വീഡിയോസിലൊക്കെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കൂലേ ഒന്ന് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ. അപ്പോൾ ഒന്ന് വന്ന് നോക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയാമല്ലോ. ഇനിയിപ്പോൾ റേറ്റ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുപോലത്തെ പ്രോഡക്റ്റ്സ് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്യാനും പറ്റുമല്ലോ, സെലക്ഷനൊക്കെ കാണാമല്ലോ നിങ്ങൾക്ക് ഇവിടെയുള്ള. എന്നോട് കമൻറ്റ് ബോക്സിൽ ആരോ പറഞ്ഞു നിങ്ങൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയേനെന്ന്. നിങ്ങൾ തന്നെ പ്രാക്ടിക്കലാണോ, ഞാൻ ആ പറഞ്ഞ കാര്യം പ്രാക്ടിക്കലാണോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തന്നെ എനിക്ക് ഇഷ്ടം പോലെ സമയം എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വൈകുന്നേരം പോയിട്ട് ഞാൻ ഉദ്ദേശിച്ച ആ പ്രോഡക്റ്റ് അവിടെ നിന്ന് മേടിക്കണം, നേരെ തിരിച്ചു പോരണം, ഇത് മാത്രമേ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നതിന് മുന്നേ ഞാൻ വീട്ടിലെത്തണം, കാരണം പൂട്ടി ചാവി എൻ്റെ കയ്യിലായിരിക്കണത്. അപ്പോൾ വീട്ടിലെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ എത്തി ഞാനിങ്ങനെ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയല്ലോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് ഇരുട്ടിയിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ചെത്തുന്നത്, ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് തന്നെ. എന്നിട്ട് ആ വീഡിയോ ഒന്നും കൂടെ ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് കുറച്ച് സ്ലോലി നമ്മൾ ഷൂട്ട് ചെയ്താൽ മാത്രമേ ഇത്ര ക്ലിയറിൽ നമുക്ക് ഈ ഒരു സാധനങ്ങൾ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ വിലയും കൂടെ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും. ഇപ്പോൾ റേറ്റ് നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കണ്ട് പരിചയപ്പെട്ട് ഓൺലൈനൊക്കെ സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ വേറെ ഷോപ്പിൽ കാണുമ്പോൾ നമുക്ക് സാധനങ്ങളുടെ റേറ്റ് കമ്പയർ ചെയ്ത് നോക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ നമുക്ക് റേറ്റ് എവിടെയാണ് കുറവുള്ളതെന്ന് വാങ്ങാമല്ലോ. ഞാൻ മുമ്പും കുറേ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്തവണ വന്ന് ഇവിടുത്തെ പുതിയ കളക്ഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് വീഡിയോ എടുത്തിട്ട് ഞാൻ അവരോട് അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചിട്ട് വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഇനി അവരുടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി ഞാൻ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്തതും ഷെയർ ചെയ്തതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. നമ്മുടെ വാൾ ഹാങ്ങിങ്സ്, പെയിൻറ്റിങ്സ്, പ്ലാന്റേഴ്സ്, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകൾ, ചെറിയ റേറ്റിന് കിട്ടുന്ന ഷോപ്പുകൾ, നല്ല അടിപൊളി സെലക്ഷൻ ഉള്ള ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നമ്മളെ വീട് പണി നടന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഷോപ്പുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആ ഒരു കെറ്റിൽ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കെറ്റിൽ ഇങ്ങനെ വിസിലടിക്കും, ട്രെയിൻ വരുന്ന പോലെ ഒരു സൗണ്ട് ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ വെള്ളം തിളപ്പിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ഒരു വീഡിയോ മിസ്സാക്കല്ലേ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ തുറന്ന് പറയണേ. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.